മറ്റൊരു വാർത്തയിലേക്ക്. തിരുവനന്തപുരം ആമയിഴഞ്ചാൻ തോട്ടിലെ അപകടത്തിൽ സ്വമേധയാ ഹൈക്കോടതി കേസെടുത്തിരിക്കുന്നു. ഹർജി വൈകിട്ട് 4 മണിക്ക് പ്രത്യേക ഡിവിഷൻ ബെഞ്ച് പരിഗണിക്കും. ജസ്റ്റിസുമാരായ ബെച്ചു കുര്യൻ തോമസ്, പി ഗോപിനാഥ് എന്നിവർ ഉൾപ്പെട്ട ബെഞ്ചാണ് ഹർജി പരിഗണിക്കുന്നത്. ശ്യാം ദേവരാജ് വിവരങ്ങൾ നൽകും. ശ്യാം, ഇപ്പോൾ ഹൈക്കോടതി സ്വമേധയാ കേസെടുത്തിരിക്കുകയാണ്. എന്താണ് ഈ കേസെടുക്കുന്നതിന് ആധാരമായ കാര്യങ്ങൾ? സ്മൃതി, നമുക്കറിയാം കഴിഞ്ഞ ദിവസം ആമയിഴഞ്ചാൻ തോട്ടിലുണ്ടായ അപകടം, അവിടെ തൊഴിലാളിയായ വി ജോയി എന്ന ആൾ മരിക്കുക കൂടി ചെയ്തിരിക്കുന്നു. ഇതിൻ്റെ പശ്ചാത്തലത്തിലാണ് ഹൈക്കോടതി ഇന്ന് സ്വമേധയാ നടപടി സ്വീകരിച്ചിരിക്കുന്നത്. നേരത്തെ തന്നെ ഒരു ഹർജി, അതായത് മാലിന്യ പ്രശ്നങ്ങളുമായി ബന്ധപ്പെട്ട ഒരു ഹർജി പരിഗണിക്കുന്ന പ്രത്യേക ബെഞ്ച് ഹൈക്കോടതിയിലുണ്ട്. ഇത് ജസ്റ്റിസുമാരായ ബെച്ചു കുര്യൻ തോമസ്, ഒപ്പം പി ഗോപിനാഥ് എന്നിവർ ഉൾപ്പെടുന്ന ബെഞ്ചാണ്. ബ്രഹ്മപുരത്തെ മാലിന്യ പ്രശ്നം ഉൾപ്പെടെയുള്ള കാര്യങ്ങളാണ് ഈ ബെഞ്ചിൻ്റെ പരിഗണനയ്ക്ക് വരുന്നതും. ഈ ബെഞ്ച് ഇന്ന് പ്രത്യേകം വൈകിട്ട് 4 മണിക്കാണ് പ്രത്യേക സിറ്റിംഗ് ചേരാൻ തീരുമാനിച്ചിരിക്കുന്നത്. ഇക്കാര്യം സർക്കാരിൻ്റെതുൾപ്പെടെയുള്ള അഭിഭാഷകരെ അറിയിക്കുകയും ചെയ്തിട്ടുണ്ട്. വൈകുന്നേരം 4 മണിക്ക് ഈ പ്രത്യേക ഡിവിഷൻ ബെഞ്ച് പ്രത്യേകം സിറ്റിംഗ് നടത്തും എന്ന കാര്യമാണ് അല്പസമയം മുമ്പ് അറിയിച്ചിരിക്കുന്നത്. വൈകിട്ട് 4 മണിക്കാണ് ഈ പ്രത്യേക സിറ്റിംഗ്. തിരുവനന്തപുരം ആമയിഴഞ്ചാൻ തോട്ടിലെ വി ജോയിയുടെ മരണം, അതായത് അവിടെ നടന്ന ആ അപകടവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ് ഇന്ന് ഈ ബെഞ്ചിൻ്റെ പരിഗണനയ്ക്ക് വരികയും ചെയ്യുക എന്നതാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. ഹൈക്കോടതിയുടെ രജിസ്ട്രാർ തന്നെ ഇത് സംബന്ധിച്ച നോട്ടീസ് അഭിഭാഷകർക്ക്, അതായത് ഈ കേസുമായി ബന്ധപ്പെട്ട സർക്കാരിൻ്റെയും ഉൾപ്പെടെയുള്ള അഭിഭാഷകർക്ക് നൽകിയിട്ടുമുണ്ട്. വൈകുന്നേരം 4 മണിക്കാണ് പ്രത്യേക ബെഞ്ച് സിറ്റിംഗ് ചേരുക. അത് ജസ്റ്റിസുമാരായ ബെച്ചു കുര്യൻ തോമസ്, ഒപ്പം പി ഗോപിനാഥ് എന്നിവർ ഉൾപ്പെട്ട ബെഞ്ചാണ് പരിഗണിക്കുക. ഇവിടുത്തെ, അതായത് നേരത്തെ തന്നെ ഈ ബ്രഹ്മപുരം മാലിന്യ പ്രശ്നങ്ങൾ പരിഗണിക്കുമ്പോൾ അതിൽ റെയിൽവേയുമായി ബന്ധപ്പെട്ട മാലിന്യ പ്രശ്നങ്ങൾ ഒരു ചോദ്യമായി ഹൈക്കോടതിയുടെ പരിഗണനയ്ക്ക് വന്നിരുന്നു. അത് കൊച്ചിയുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങളാണ്. ഈ പ്രശ്നങ്ങളാണ്, അതായത് ഇവിടെയും റെയിൽവേയുമായി ബന്ധപ്പെട്ട സാഹചര്യം ആയതിനാലാണ് ഈ ബെഞ്ചിൻ്റെ പരിഗണനയ്ക്ക് ഈ വിഷയം വരുന്നത് എന്നാണ് നമ്മൾ മനസ്സിലാക്കുകയും ചെയ്യുന്നത്. എന്തായാലും വൈകുന്നേരം 4 മണിക്കാണ് പ്രത്യേക സിറ്റിംഗ്. ജസ്റ്റിസുമാരായ ബെച്ചു കുര്യൻ തോമസ്, ഒപ്പം പി ഗോപിനാഥ് എന്നിവർ ഉൾപ്പെട്ട പ്രത്യേക ഡിവിഷൻ ബെഞ്ചാണ് പ്രത്യേക സിറ്റിംഗ് ചേരുന്നത്. തിരുവനന്തപുരം ആമയിഴഞ്ചാൻ തോട്ടിലെ അപകടത്തിൽ ഹൈക്കോടതി സ്വമേധയാ കേസെടുത്തിരിക്കുന്ന സാഹചര്യമാണ്. ഇന്ന് വൈകിട്ട് 4 മണിക്ക് പ്രത്യേക ഡിവിഷൻ ബെഞ്ച് പരിഗണിക്കും. ജസ്റ്റിസുമാരായ ബെച്ചു കുര്യൻ തോമസ്, പി ഗോപിനാഥ് എന്നിവർ ഉൾപ്പെട്ട ബെഞ്ച് ഹർജി പരിഗണിക്കുന്നു. ശ്യാം, ഇപ്പോൾ മനുഷ്യാവകാശ കമ്മീഷൻ സ്വമേധയാ കേസെടുക്കുന്ന സാഹചര്യം കൂടി ഉണ്ടായിട്ടുണ്ട്. യഥാർത്ഥത്തിൽ മനുഷ്യാവകാശ ലംഘനം തന്നെയാണ് നടന്നിരിക്കുന്നത്. എങ്ങനെയാണ് ഈ മരണം സംഭവിച്ചത്, എങ്ങനെയാണ് ജോയ് മരണപ്പെട്ടത് എന്ന് പറയുമ്പോൾ അധികൃതരുടെ അനാസ്ഥ എന്നുള്ള വലിയ ഉത്തരം വരുന്നു. ഇപ്പോഴും അനാസ്ഥയുടെ ഒരുപാട് ദൃശ്യങ്ങൾ തലസ്ഥാനത്തൊന്നും കാണുകയാണ്. ഇതിപ്പോൾ തിരുവനന്തപുരത്തിനെ മാത്രം ബാധിക്കുന്ന വിഷയമല്ല. വിവിധ ജില്ലകളിൽ ഇങ്ങനെ മാലിന്യം കെട്ടിക്കിടക്കുന്ന സാഹചര്യം, വേണ്ട രീതിയിൽ മാലിന്യം സംസ്കരിക്കാനുള്ള സംവിധാനമില്ലാത്ത സാഹചര്യം, ഈ കാര്യങ്ങളിലേക്കൊക്കെ കടന്നു പോകില്ലേ ഹൈക്കോടതി? തീർച്ചയായും സ്മൃതി, അങ്ങനെ തന്നെയാണ്. കാരണം നേരത്തെ ബ്രഹ്മപുരത്തെ മാലിന്യ പ്രശ്നം, അവിടെ വലിയ രീതിയിൽ മാലിന്യം നിക്ഷേപിക്കുകയും അത് വലിയ തീപിടുത്തത്തിനടക്കം വഴിവെക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. ആ സാഹചര്യത്തിലാണ് ബ്രഹ്മപുരത്തെ മാലിന്യ പ്രശ്നം ഒരു പ്രത്യേക പ്രശ്നമായി ഹൈക്കോടതി പരിഗണിച്ചത്. എന്നാൽ ഇത് ഇന്നലെ, അല്ലെങ്കിൽ 2 ദിവസം മുമ്പ് തിരുവനന്തപുരത്ത് ഒരു അപകടം നടക്കുന്നു. സംസ്ഥാനത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ ഇത്തരം മാലിന്യ കൂനകൾ പ്രത്യക്ഷപ്പെടുന്നു. പ്രത്യേകിച്ചും മഴക്കാലമാണ്. അതുകൊണ്ട് തന്നെ അത് വളരെ വലിയ രീതിയിലുള്ള അപകടങ്ങളടക്കം സൃഷ്ടിക്കാനുള്ള സാഹചര്യം കൂടി ഒരുങ്ങുന്നുണ്ട്. അതുകൊണ്ട് തന്നെ തിരുവനന്തപുരത്തെ പ്രത്യേക വിഷയം എന്ന നിലയിൽ മാത്രമായിരിക്കില്ല ഇത് ഹൈക്കോടതിയുടെ പരിഗണനയ്ക്ക് വരുന്നത്. സംസ്ഥാനത്തെമ്പാടുമുള്ള മാലിന്യ പ്രശ്നങ്ങൾ എന്ന നിലയിലായിരിക്കും ഹൈക്കോടതി ഇന്ന് ഈ ഹർജി പരിഗണിക്കുന്നതാണ് നമുക്ക് സൂചനകളിൽ നിന്നും വ്യക്തമാകുന്നത്. കാരണം സംസ്ഥാനത്തെ തിരുവനന്തപുരത്ത് മാത്രമല്ല ഈ മാലിന്യ പ്രശ്നങ്ങളുള്ളത്. സംസ്ഥാനത്തെ എല്ലാ ജില്ലാ കേന്ദ്രങ്ങളിലും മറ്റു പ്രദേശങ്ങളിലും നഗരങ്ങളിലുമൊക്കെ ഉള്ള ഒരു വലിയ പ്രശ്നമാണ് ഈ മാലിന്യങ്ങൾ അടിഞ്ഞുകൂടുക എന്നത്. ഇതിന്മേൽ നടപടി സ്വീകരിക്കേണ്ടത് സംസ്ഥാന സർക്കാരും അല്ലെങ്കിൽ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളും അതത് ബന്ധപ്പെട്ട അധികാരികളും വകുപ്പുകളും സ്ഥാപനങ്ങളും ഒക്കെയാണ്. അവർ എന്തുമാത്രം നടപടി സ്വീകരിച്ചു എന്നടക്കമുള്ള കാര്യങ്ങൾ ഇന്ന് ഡിവിഷൻ ബെഞ്ചിന് മുന്നിൽ വിശദീകരിക്കേണ്ടി വരും. ഏതായാലും കഴിഞ്ഞ ദിവസം ഈ വി ജോയിയുടെ മരണത്തിൻ്റെ കൂടി പശ്ചാത്തലത്തിലാണ് ഹൈക്കോടതി ഇത്തരമൊരു തീരുമാനമെടുത്തിരിക്കുന്നത്. ഹൈക്കോടതി ഈ ഹർജി അടിയന്തരമായി സ്വമേധയാ സ്വീകരിച്ച ഹർജി, അങ്ങനെ ആ ഹർജി വൈകിട്ട് 4 മണിക്ക് അടിയന്തരമായി പരിഗണിക്കാൻ വേണ്ടി തീരുമാനമെടുക്കുകയും ചെയ്യുന്നത് ജസ്റ്റിസുമാരായ പി ഗോപിനാഥ്, ഒപ്പം ബെച്ചു കുര്യൻ തോമസ് എന്നിവർ ഉൾപ്പെട്ട ബെഞ്ചാണ് ഈ ഹർജി പരിഗണിക്കുന്നത്. മാലിന്യ പ്രശ്നം എന്ന നിലയിലാണ് സംസ്ഥാനത്തെ മുഴുവൻ മാലിന്യ പ്രശ്നങ്ങളും ഈ ബെഞ്ച് പരിഗണിക്കുകയും ചെയ്യും. അതിന്മേൽ സംസ്ഥാന സർക്കാർ, തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ ഉൾപ്പെടെയുള്ളവ എന്ത് നടപടി സ്വീകരിച്ചു എന്നടക്കമുള്ള കാര്യങ്ങളും വിശദീകരിക്കേണ്ടി വരും. പ്രത്യേകിച്ചും വി ജോയിയുടെ മരണവുമായി ബന്ധപ്പെട്ട് എങ്ങനെയാണ് ഇത്തരമൊരു മരണം ഉണ്ടായത്, അല്ലെങ്കിൽ ഇത്തരമൊരു അപകടം ഉണ്ടായത്, എങ്ങനെ ഇത്തരം ഒരു കോടതി ഉത്തരവിന്റെ ലംഘനം കൂടി നിൽക്കുന്നുണ്ട് ശ്യാം ദേവരാജ്. കാരണം ഈ ഓടകൾ വൃത്തിയാക്കുന്നത്, കനാലുകൾ വൃത്തിയാക്കുന്നതിന്
മനുഷ്യരെ നിയോഗിക്കരുത് എന്നുള്ള കൃത്യമായ നിർദ്ദേശം യന്ത്രം ഉപയോഗിച്ചിട്ട് വേണം ഇനി ഈ കാര്യങ്ങൾ എന്നുള്ള കാര്യം 2 തവണ കോടതിയുടെ ഉത്തരവായി വന്നിട്ടുള്ളതാണ്. അപ്പോൾ ഒരു കോടതി ഉത്തരവ് ലംഘിക്കുന്ന വിധി ലംഘിക്കുന്ന ഒരു നടപടി കൂടിയായിട്ട് ഇതിനെ കാണേണ്ടി വരും. സ്മൃതി, ഇതൊരു കോടതിയലക്ഷ്യ കേസായി മാറും എന്നതിൽ ഒരു തർക്കവുമില്ല. കാരണം 1993 പാർലമെന്റ് പാസ്സാക്കിയ ഒരു നിയമമുണ്ട്. അത് രാജ്യത്തെമ്പാടും തോട്ടിപ്പണി നിരോധിച്ച നിയമമാണ്. പിന്നീട് 2014 ഏറ്റവും ഒടുവിൽ കഴിഞ്ഞ 2023 ഒക്ടോബർ മാസം 20-ാം തീയതിയും സുപ്രീം കോടതി സുപ്രധാനമായ ഈ വിധികൾ പറഞ്ഞിട്ടുണ്ട്. അതായത് ഈ നിയമങ്ങൾ കർശനമായി നടപ്പാക്കണം, തോട്ടിപ്പണി നിരോധിക്കണം, തോട്ടിപ്പണി എടുക്കുന്ന ആളുകളെ പുനരധിവസിപ്പിക്കണം, അവരുടെ ആരോഗ്യം ഉൾപ്പെടെ ഉറപ്പാക്കണം എന്ന കാര്യങ്ങൾ സുപ്രീം കോടതി അടക്കം വ്യത്യസ്തമായ ഘട്ടങ്ങളിൽ വ്യക്തമാക്കിയിട്ടുണ്ട്. അത് കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ ഇത്തരം പ്രശ്നങ്ങളുണ്ടായാൽ ഏകോപനത്തോടെ കൈകാര്യം ചെയ്യണം. അത് പ്രശ്നങ്ങളുണ്ടാകാതെ, അതായത് ആളുകൾക്ക്, മനുഷ്യർക്ക് അപകടമുണ്ടാകാതെ അത് കൈകാര്യം ചെയ്യണം എന്നതടക്കമുള്ള നിർദ്ദേശങ്ങളാണ് നൽകിയിരിക്കുകയും ചെയ്തത്. കോടതിയുടെ തീരുമാനം എന്താകുമെന്നുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം തന്നെയാണ്. ശ്യാം ദേവരാജാണ് വിവരങ്ങൾ നൽകിയത്.